നിങ്ങളൊരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാൻ പ്ലാൻ ഉണ്ടോ? എങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമ്പർ 1, റേഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ദിവസം 40 to 50 കിലോമീറ്റർ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓട്ടം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 100 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു സ്കൂട്ടർ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ദിവസം 100 കിലോമീറ്റർ പ്ലസ് ആണ് ഓടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 130-160 കിലോമീറ്റർ കിട്ടുന്ന ഒരു വെഹിക്കിൾ ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഏകദേശം പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് 200 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുന്ന EVs ഇപ്പൊ നിലവിലുണ്ട്. IDC പറയുന്ന വെഹിക്കിളും ഉണ്ട്, അല്ലാതെ ബാറ്ററി കപ്പാസിറ്റി വെച്ച് കമ്പയർ ചെയ്യുന്ന വെഹിക്കിൾസും ഉണ്ട്. ദാറ്റ് മീൻസ് നിലവിൽ നമുക്കിപ്പം EVസിൽ 2 വീലർ ബഡ്ജറ്റ് EVസിൽ നമുക്ക് 6 കിലോവാട്ട് വരെയാണ് നമ്മുടെ ബാറ്ററി കപ്പാസിറ്റി ഉള്ളത്. അപ്പം അതനുസരിച്ച് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആവശ്യമാണ്. നിങ്ങളിപ്പോൾ എത്ര കിലോമീറ്റർ ഒരു ദിവസം ട്രാവൽ ചെയ്യുന്നു എന്ന് കണക്കാക്കി എടുക്കുക. അതിനനുസരിച്ചാണ് റേഞ്ചും മാറുന്നത്. രണ്ടാമത്തെ കാര്യം, നിയർ ബൈ സർവീസ് സെന്ററിന്റെ യൂസ് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു വണ്ടി എടുത്തിട്ട് നമുക്കിപ്പം എന്തെങ്കിലും ഇഷ്യൂസ് വന്നു, ഫ്യൂച്ചറിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസോ വലിയ ഇഷ്യൂസ് ആവട്ടെ, അങ്ങനത്തെ ഇഷ്യൂസ് വന്നു, നിങ്ങൾക്കൊന്ന് സർവീസ് ചെയ്യണം. അപ്പം നിയർ ബൈ സർവീസ് ഉള്ള വെഹിക്കിളാണ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിരിക്കും. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ വണ്ടി പെട്ടെന്ന് നമുക്ക് 3, 5, 7 എന്നീ കിലോമീറ്ററിനുള്ളിൽ ആണ് എന്നുണ്ടെങ്കിൽ, ഞാൻ ജസ്റ്റ് ഒരു ഏകദേശം ഐഡിയ പറഞ്ഞതേ ഉള്ളൂ, ഇത്രയും കിലോമീറ്ററിനുള്ളിലാണ് നിങ്ങളുടെ വീട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എടുത്ത ഇലക്ട്രിക് വെഹിക്കിൾ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പേസും സ്റ്റോറേജും കൺസിഡർ ചെയ്യുന്നവർക്കാണ് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ. കുറച്ച് ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും സീറ്റ് അത്യാവശ്യം വലുപ്പമുള്ള വെഹിക്കിൾസ് ആയിരിക്കും വരുന്നത്, ബൂട്ട് സ്പേസ് കൂടുന്നതിനനുസരിച്ച്. അതുപോലെ തന്നെ ലെഗ് സ്പേസ്, കാല് വെക്കുന്ന ഭാഗത്തും കുറച്ച് സ്പേസ് വേണം. നമ്മൾ ഓരോ ആളുകളുടെയും ഫിസിക്കൽ വെച്ച് വേണം പറയാൻ, അവരുടെ എർഗണോമിക്സ് എങ്ങനെയാണോ ആ രീതിക്കുള്ള വെഹിക്കിൾ ചൂസ് ചെയ്യാൻ നോക്കുക. നമ്മൾ ഈ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ കൂടി ഇൻക്ലൂഡ് ചെയ്യണം. റേഞ്ച്, അതുപോലെ തന്നെ സ്റ്റോറേജ്, നിയർ ബൈ സർവീസ് സെന്റർ, ഇത്രയും കാര്യം വേണം കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. അതുപോലെ തന്നെ ഏത് വണ്ടി നിങ്ങൾ എടുക്കാൻ പോവുകയാണെങ്കിലും അതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് മാത്രമേ എടുക്കാവൂ. മറ്റൊരു അറിവുമായിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് കാണും വരേക്കും. ഇറ്റ്സ് മീ രാംനാഥ്, സൈനിങ് ഔട്ട്.